അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇതാ നമ്മൾ അടിച്ച് പൊളിച്ച് തുടങ്ങാൻ പോവാണ്. തുടങ്ങുന്നതിന് മുമ്പ് എന്ത് വേണം, നമ്മുടെ സ്നേഹനിധികളായിട്ടുള്ള നമ്മുടെ കാര്യക്കാരെ നമുക്ക് സ്വാഗതം ചെയ്യണം. നസീറിക്ക, പ്രചോദേട്ട, ടിനിച്ചേട്ട, സ്വാഗതം. റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഫുൾ വൈബ്രന്റ് കളർഫുൾ ഓഡിയൻസ് വന്നിട്ടുണ്ട്. ആറന്മുള നിവാസികളാണ് ഇവർ. ആറന്മുള കണ്ണാടി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആറന്മുള നിവാസികൾ, എന്താ എനർജി! ഞാൻ താഴെ ഇരിക്കുന്ന 3 ചേച്ചിമാരില്ലേ, നിങ്ങളെ ഓഡിയൻസ് നിങ്ങളുടെ കണ്ണ് പതിപ്പിച്ചോളൂ. അവർ ഇന്നത്തെ എപ്പിസോഡ് പൊളിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഐറ്റം ഞാൻ ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ ഈ ഒരു വേദിയിലൂടെ നമുക്ക് കിട്ടിയ എന്താ പറയാ, ഒരു ഐക്കോണിക് ക്യാരക്ടറാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ആരാന്നറിയാവോ? ആരാണ്? ഇക്ക, ഇവിടെ കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് ഫേമസ് ആയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഇപ്പൊ ഇക്കയോട് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മെയിൽ ക്യാരക്ടർ ചോദിച്ചാൽ ആരായിരിക്കും ഇക്ക പറയാ? ഒന്ന് നമ്മുടെ എന്താണ് പൊടിയും കൊച്ചേട്ടനെ, ടീച്ചർ വനജ ടീച്ചർ, നമ്മുടെ ഇത് ഷബോൺ ഷാ. ശരിയാ, പറഞ്ഞു പോയാൽ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു. പക്ഷെ ആദ്യമൊക്കെ അടിച്ചു തന്നെയാണ് കറക്റ്റ് ഗസ്. പൊടിയൻ കൊച്ചേട്ടനാണ് ഇനി ഇങ്ങോട്ട് കടന്നു വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ടീം പത്തനംതിട്ട സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം രാജേഷ് കൊട്ടാരത്തിൽ, ഹരിചേട്ടൻ ആൻഡ് സുധിച്ചേട്ടൻ. വേറെ ഹലോ ഹലോ സതീഷ. എടാ, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ കേട്ടോ. ഞാൻ ഗോവ ബീച്ചിലാ. ഗോവ ബീച്ചിൽ പോയോ? കോക്കം ബീച്ച് അല്ലെന്ന്, ഗോവ ബീച്ച്. അവിടെ എന്താ? എനിക്കൊരു തിരുമുണ്ട്, ഒരു സായിപ്പിനെ. ഉടനെ വരത്തില്ലേ? ഇല്ല, ഞാൻ സ്ഥിരം തിരുമുന്ന. അതായത് ഞാൻ സ്പോട്ടിലിട്ട് തിരുമുക, മണലിൽ കിടത്തി തിരുമുന്ന ഒരു പരിപാടിയാ. ഒരു കാര്യം ചെയ്. എടാ, നിന്റെ കസ്റ്റഡി നല്ലൊരു വൈദ്യരുടെ നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതെന്തിനാ? അല്ല, ഇവിടുത്തെ തിരുമ്പ കഴിയുമ്പോ ഞാൻ ഒരു വരുവാകും. അതൊന്ന് നോക്കി വെച്ചേക്കണേ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ കേട്ടോ. ശരി വൈദ്യരെ. ശരിയാണ്. യോ, I am a dog. Father is a donkey. Mommy is a monkey. My family full song. If I am നേരത്തെ വന്നില്ലയോ? ഹലോ, എക്സ്പെൻസ് മീ. How are you? വെരി ഫൈൻ ആൻഡ് വെജിറ്റബിൾ. Who are you? യെസ് പ്ലീസ്. In India. ഇന്ന് ഇന്ത്യ ആണെങ്കിൽ നാളെ എന്തുമായിരിക്കും? ആർക്കറിയാം? മലയാളം ഒന്നല്ലേ പറയുന്നത്, നല്ല കേട്ടിട്ടുള്ളൊരു സൗണ്ട്. ഹലോ ഹലോ, സായിപ്പല്ലല്ലോ, ഒന്ന് എഴുന്നേറ്റേ. ആരാ ഇത്? ദൈവമേ, പാനുമതി അമ്മ, നിങ്ങളുടെ പൊന്നു തള്ള, നിങ്ങളെന്തോ ഇവിടെ? അതെ, പൊടിയും കൊച്ചാട്ടന് ചാകുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഗോവ ബീച്ചിലൊന്ന് കറങ്ങണമെന്ന്. അയാൾ മരിച്ചില്ലയോ? മരിച്ചു. അപ്പൊ എനിക്ക് ഇവിടെ കൊണ്ടൊന്ന് കറങ്ങിയേ പറ്റൂ. അന്തേ പുള്ളി ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് എവിടെയും കൊണ്ടൊന്ന് ഒഴുക്കാം. എന്ത് സാധനം? സാധനം വേണ്ട, എവിടെ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. അയ്യോ, ഇത് ഞാൻ ചോദിക്കട്ടെ, ഒഴുക്കിയതല്ലായിരുന്നോ? ഒതുക്കിയതല്ല, പുള്ളി തന്നെ അടിച്ച് ചാവുമായിരുന്നു. അതല്ല, ഒഴുക്കിയില്ലായിരുന്നോ? ഒഴുക്കിയായിരുന്നു. അതൊരു കഥയാ. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയാം. പത്തനംതിട്ട ജില്ലയിൽ പ്രമാടം പഞ്ചായത്തിൽ 6ാം വാർഡുകാരിയായ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ അവിടെ ഒരു ഒഴുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, വർക്കല. അവിടെ ആ കടലിന്റെ ഉൾക്കടലിൽ തള്ളിയ ഈ കലം വഴിയും വഴിക്കരയും കെട്ടി തോടു മാർഗം പ്രമാടം പഞ്ചായത്തിലെ 7ാം വാർഡ് ഗിരിജയുടെ തോടിന്റെ അവിടെ വന്ന് അടിയണോ. ഇവൻ ആരാ? ഞാൻ ചോദിക്കട്ടെ, ഗിരിജയാണ് അവിടെ എന്തിനാ ഇവൻ പോയത്? അതെനിക്കറിയത്തില്ല, വൈദ്യുതി അങ്ങോട്ട് ചോദിച്ചു നോക്ക്. അത് ശരി, എന്തിനാ ഗിരിജയാണ് അവിടെ പോയേ? ഒന്നും പറയുന്നില്ലല്ലോ. എന്റെ പൊന്നു വൈദ്യുതി എത്രയ്ക്കും അങ്ങ് മുണ്ണയായിപ്പോയല്ലോ, മരമുണ്ണയായിപ്പോയല്ലോ. ഇതിന്റെ വാമൂടി കെട്ടിയ കൊല്ലയോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പായല്ല മൂടിയിട്ടുള്ളോ, ഈ ചെവി രണ്ടും തുറന്നിരിക്കുമല്ലോ. ഈ കുടം ഒന്ന് കുലിക്കുന്നതിനെന്തോ കുഴപ്പം? കുടം അത് കുളിക്കത്തില്ലെന്ന് മൊത്തത്തിൽ അങ്ങ് പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുവാ. എന്തോ ചെയ്യോന്ന് പറ. ഇതൊക്കെ അന്നല്ലേ ഇതിപ്പോ ഇന്ന് കൊണ്ട് ഒഴുക്കുവോ? ഇന്ന് കൊണ്ട് ഒഴുക്കണം. അതിന്റെ തന്നെയാണ് ഞാൻ ഈ മെനക്കെട്ട് വന്നിരിക്കുന്നത്. പിന്നെ വീട്ടിൽ എന്റെ ഒരു കൊച്ചുമോനെ നിർത്തിയിട്ടാ ഞാൻ വന്നത്. പറഞ്ഞല്ലോ, അവൻ എന്താ പറ്റി? അവൻ അയ്യോ, എന്റെ പൊന്നു വൈദ്യരെ, ഒരു പണിക്ക് പോകത്തില്ല, വീട്ടിലിരുന്ന് അങ്ങ് തീറ്റയാ. തിന്ന് ഇങ്ങോട്ട് വന്നേ വൈദ്യരി. അവൻ എന്തായാലും അസുഖമുണ്ടോ? ഭയങ്കര വണ്ണം. അല്ല, ഇങ്ങോട്ട് വന്നേ, ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങോട്ട് വന്നേ.
അവിടെ നില്ല ഇത്രയുണ്ട്, ഈ അകലമുണ്ട്. വണ്ണമാ വണ്ണമാ. അപ്പൊ അവന് ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആശുപത്രിയിൽ ഡോക്ടറെ ചെന്ന് കണ്ടു. കണ്ടപ്പോ എന്താ പറഞ്ഞു? അപ്പം ഡോക്ടർ പറഞ്ഞ് തടി കുറക്കണോ. തടി കുറയ്ക്കണം. അത് കേട്ട പാടില് ഇവൻ നേരെ വന്ന് എന്റെ വീടിന്റെ തപ്പുറത്ത് ചന്ദ്രൻ താമസിക്കുന്നുണ്ടല്ലോ. അറിയാം. ചന്ദ്രന്റെ അവിടുന്ന് ഒരു കൈക്കോടാലി വാങ്ങിച്ച് രമണിയുടെ അവിടുന്ന് ഒരു വടവും വാങ്ങിച്ച് ഇവൻ നേരെ വന്ന് ആ വീടിന്റെ അവിടെ കിടക്കുന്ന പറമ്പിൽ കിടക്കുന്ന തടി മൊത്തം വെട്ടി അങ്ങനെ നിരത്തി. തടി കുറച്ചതാ. തടി കുറച്ചതാ. ഞാനൊരു വലിയ തന്നെയല്ലയോ. ഞാൻ ചെന്നിട്ട് ചോദിച്ചു, എടാ തടി കുറയ്ക്കാനല്ല പറഞ്ഞത്, ആഹാരം കുറയ്ക്കാനാ പറഞ്ഞെന്ന്. ആഹാരം കുറയ്ക്കണം. ആഹാരം കുറയ്ക്കണം. അങ്ങനെ ഇപ്പൊ ആഹാരം കുറച്ചു. ഒരു ദിവസം ഒരു നേരം 2 ചപ്പാത്തിയാക്കി. 2 ചപ്പാത്തി എന്നാ അറിയുവോ? 1 കിലോ ആട്ടയുടെ 1 ചപ്പാത്തി. അത് ശരി. അങ്ങനെ 2 കിലോ ആട്ടയുടെ 2 ചപ്പാത്തി വീതം ആകേറ്റുന്നത്. അത് പിന്നെ വണ്ണം കൂടുമല്ലോ. വല്ല ചോറ് കഴിക്കത്തില്ല ഇവന്. ചോറ് കഴിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു നേരം 1 തവി ചോറാക്കി. അത് നിറയത്തില്ല. അതെന്താന്ന് ചോദിച്ചാൽ വലിയ അണ്ടാവില്ലയോ, അണ്ടാവിന്റെ അകത്തുനിന്ന് ചോറ് കോരി ഉണ്ടല്ലോ, കോരി എടുക്കുന്നേ, അതിന് 1 തവി ചോറാവില്ല. അപ്പൊ അത് കൂടുതലാണല്ലോ. ഓവർലോഡല്ലേ അതൊക്കെ? ഓവർലോഡാ. ഈ ഭാനുമതി ഏതാ മോളെന്നറിയാമോ? എനിക്ക് നാട്ടിൽ മൊത്തം അറിയാം നിങ്ങളുടെ കാര്യം. മറ്റേ മരിച്ചുപോയ നത്തുനാരായണന്റെ മോളല്ലേ ഞാൻ. അതാണ്. ഈ പൊടിയം കൊച്ചാണ് ആരാ മോനെന്നറിയാമോ? ഇത് നമ്മുടെ ദിവാറിന്റെ അവിടുത്തെ അല്ല, ഇപ്പം പൊടിച്ച മോനായി. അപ്പൊ നിങ്ങൾ നല്ലതും പൊടിയും മോശോ. പിന്നെ ഞാന് എന്റെ കാര്യം ഇത്രയും പറഞ്ഞങ്ങ് നീട്ടി. പിന്നെ വൈദ്യൻ എന്തിനാ വന്നത്? നമുക്കൊരു സ്ഥിരം ഒരു കസ്റ്റമർ ഉണ്ട്, ഒരു സായിപ്പ്. പുള്ളി മണലിലിട്ട് തിരുമുന്ന ഒരു പരിപാടിയാ. നല്ല പരിപാടിയാണല്ലോ. അപ്പൊ ഇച്ചിരി പൈസ വെക്കുന്ന പരിപാടിയല്ലേ, അതിന് വന്നതാ ഞാൻ. അപ്പം കിഴിയുണ്ടോ? കിഴിയൊക്കെ ഉണ്ടോ? കിഴിയുണ്ട്, എല്ലാ കിഴിയും ഉണ്ട്. ഇത് കഴിഞ്ഞായിരിക്കും കിഴി. തിരുമൊത്തില്ല, അത് കുഴി. അതല്ലേ ചോദിച്ചത്. മറ്റേ ഇതുണ്ടല്ലോ ഉഴിച്ചിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ കട്ടൻ ചായക്കകത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇച്ചിരി കുടിച്ചു. ഓ അതല്ലെന്ന്, ഇത് ദേഹത്തോടെ ഉഴിച്ചിലുണ്ടോ? ഒഴിച്ചില് അതുണ്ട്. അതുണ്ട്, അതെല്ലാം ഉണ്ട്. പിന്നെ പിഴിച്ചിലോ? അത് തിരുമ്പ് കഴിഞ്ഞിട്ട്. അതല്ലാതെ ഈ ശരീരത്തോടെ പിഴിയത്തില്ലേ? അതുകൊണ്ട് ഞാനിപ്പോ ആ സായിപ്പിനെ നോക്കി വന്നതല്ലയോ. സായിപ്പ് ഇപ്പം വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പറ്റിച്ചു, വയറിന് പറ്റിച്ചു. നിങ്ങൾ എന്തിനു കിടന്നലക്കുക? ഞാൻ ഓർത്ത് കടലിൽ നിന്ന് നീർന്നാ കയറി വന്നാൽ നിങ്ങൾ കിടന്നലർ വന്നു. ഇത് ഞങ്ങൾ തീരെ കാണുമ്പോൾ പരിപാടിയായത്. എന്തോ മമ്മി നോ നോ മമ്മി ഇവിടെ വന്ന പഴയ തള്ള. എങ്ങനെ സുഖമായിരിക്കുന്നു? ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും കാര്യക്കണില്ല, ക്ഷീണിച്ചിരിക്കുന്നു വൈദ്യർ. ഓ അത് സാരമില്ല. കുടുംബമൊക്കെ എന്തിയാ? ഫാമിലി, ഭാര്യ? ഫാമിലി ഒന്നും പറയണ്ട. ഞാൻ ചോദിച്ചിരുന്നില്ല. പറയാ. ഒരു ദിവസം വീട്ടിൽ ചെന്ന് കേറിയപ്പോ ഭാര്യയുടെ മടിയിൽ വേറൊരു സായിപ്പ് തല വെച്ച് കിടക്കുന്നു. അവന്റെ തലയിൽ അവള് പേൻ നോക്കുന്നു. അവൻ പേൻ നല്ല പേൻ കാണുവാൻ എന്നെ കണ്ടപ്പോ ആ സായിപ്പ് ചാടി എഴുന്നേറ്റു. എന്നിട്ടും പെണ്ണുമ്പിള്ള എഴുന്നേറ്റില്ല. അവക്ക് പണ്ടേ എന്നെ കാണുമ്പോ ബഹുമാനം ഇല്ല വൈദ്യരെ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഭാര്യ എന്തിയേ? എന്റെ 2 പിള്ളേരെ എന്നെയും കളഞ്ഞിട്ട് ആ സായിപ്പിന്റെ കൂടെ അവള് പോയി വൈദ്യരെ. പന്നസ്ത്രീ. ഓ പന്നശ്രീ. പന്നശ്രീ അല്ല, പന്നസ്ത്രീ. എനിക്ക് വൈദ്യരന്റെ ഭാര്യ ഇതുപോലെ ആരെയുടെ കൂടെ ഒളിച്ചോടുമോ? നോ നോ നോ. എന്നെ ഭയം, പേടി പേടി ഭയം. ഭയമല്ല, ഭയം, പേടി. എന്നെ പേടി. ഞാൻ വരച്ച വരെ നിർത്തും. അവിടെ നിൽക്കാൻ പറഞ്ഞ അവിടെ നിൽക്കും. ഓ വര, ലൈൻ ലൈൻ ലൈൻ. നോ വര വര. അവിടെ നിർത്തും. എങ്ങും പോകത്തില്ല അവള്. അവളെങ്ങും പോകത്തില്ല. അതിനെ കുത്തി ചോദിച്ചത് പറഞ്ഞ നിമിത്തം ഒരു പേടിയായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഹലോ സുമേ. ഹലോ, നീ എവിടാ? മരുന്നിന് പോയോ? ആരുണ്ട് കൂടെ? വിനോദോ? ശരി ശരി. അല്ല ഭാര്യ ഞാൻ പറയുമ്പോൾ നിൽക്കാവള് മരുന്നിന് പോയി. ആണോ? വിനോദിന്റെ കൂടെ. അതറിയാ? വിനോദ്? അതാരോ വിനോദ്? വിനോദോ? വിനോദ് ഞാൻ പറഞ്ഞു. വിനോദാരാ? വൈദ്യരന്റെ ഭാര്യ വിനോദിന്റെ കൂടെ പോയി. പറയാതാ. ഞാൻ വിളിച്ചു ചോദിക്കട്ടെ. ഹലോ സുമ, ആരടി വിനോദ്? ആണോ? ഓ പയ്യനാ, UKG പഠിക്കുന്ന പയ്യനാ. ഓ പയ്യൻ. പേടിക്കാനൊന്നുമില്ല. ബേബി. ബേബി. തിരുമന്റെ. ഓ തിരുമണ്ണം. കിടക്കണോ? കിടക്കണോ? ഞാനോ? മിടുക്കൻ മിടുക്കൻ. ഞാൻ കിടക്കണോ? നീ കിടക്കണോ? ഞാൻ കിടക്കണോ? കിടക്കണോ? കിടക്കണം. ഇവിടെ ഇവിടെ മണലിൽ. മണലി കിടക്ക് കിടക്ക്. തിരുമട്ടെ തിരുമട്ടെ. ആഹാ എന്തുവാ ഇവിടെ?
അല്ല ഞാനിവിടെ ഒരു ഫോട്ടോ എന്തുവാ ലൈവ് പോവാണോ? ലൈവ് പോവല്ല, ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ആ വെള്ളിമട്ടിൽ മണ്ണതാണോ? അല്ലല്ല, വേറെ ഒഴുക്കാൻ വന്നത്. ഓ ഒഴുക്ക് ഒഴുക്കൊഴുക്ക്. എവിടെ ഇരുന്നാലും ഈ മഞ്ഞ നടുവ് അങ്ങ് നൂരത്തല്ലെന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ, മരുന്നെല്ലാം തരാ കേട്ടാ. ഓ ആ റെഡി ആയിരുന്നോ? കിടക്ക് കിടക്ക് കിടക്ക്. നിങ്ങൾ തരുവാണേ ഞാൻ ഇടയ്ക്കുന്ന ലൈവ് ഒന്ന് പൊക്കോട്ടെ. ലൈവ് കുഴപ്പമില്ല, ഞാൻ അവളെ ഒന്ന് സെറ്റാക്കാം. ഹലോ ഗായ്സുകളെ, ഞാൻ ഇപ്പം ഗോവ ബീച്ചിൽ നിൽക്കുവാ. ഇല്ല ഒഴുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അല്ല ഇവിടെ കാക്കതൂറി ആ അരാ പൊടിയും കൊച്ചാട്ടന്റെ ബെസ്റ്റിക്ക് സുഖമാണോ? അതാരാ ഹായ് കാണിച്ചത്? അതിവിടെ തിരുമാൻ വന്ന വൈദ്യനാ ഹായ് കാണിച്ചത്. ആഹാ അച്ഛന്റെ കേട്ടോ, അച്ഛന്റെ 16-ാം അച്ഛനാളിൽ വൈദ്യരങ്ങ് ചെല്ലുവന്നു. പത്തനാപുരത്തുനിന്ന് സുരേഷ്. ആണോ? ആ പത്തനാപുരത്ത് എനിക്ക് തിരുമുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? എന്നാ അങ്ങാര് തട്ടി. ചെല്ലുവന്നാ ചോദിച്ചേ. പൊടിയും കൊച്ചാണ്ട നമ്പര് കിട്ടുമോ? അതാരാടി? വിനോദിനി നിന്നെ എടുത്ത് കളഞ്ഞു. ഓയ് കിടക്കൂ കിടക്കാൻ പറ്റുമോ? പറ്റൂ. എന്നാ തിരുമട്ടെ. ഓക്കേ. ആഹാ വേദനയുണ്ടോ? നല്ല വേദനയുണ്ടോ? കിടക്കൂ കുഴപ്പമില്ല, വേദന വരത്തില്ല. ഇപ്പൊ വേദനയുണ്ടോ? നല്ല സുഖം. ഇപ്പൊ വേദനയില്ലല്ലോ. ഒരു പീലിയും കൂടെ കിട്ടുമോ? എന്തിനാ? എന്റെ ഇപ്പത്തെ ഈറിനടിച്ച് കറക്കുമോ? തിരുമങ്ങ് നിർത്തിയിട്ട് പീലി പരിപാടി ചെയ്യാം. എന്നാ മര്യാദക്ക് അവിടെ കിടക്കേ. എന്നാ കേട്ടോ. അയ്യോ ഇത് നല്ലപോലെ വീക്കമുണ്ടല്ലോ. നല്ല പയൻ. അത് ശരി. എന്തായാലും പതുക്കെ എഴുന്നേറ്റ് നോക്കിക്കേ, നടക്കാൻ പറ്റുമോന്ന്. കുഴപ്പമില്ല. ഓക്കെ എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. നമ്മുടെ തിരുമിന്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. തിരുമെന്തോ ആയി? തിരുമ തീർത്തു കഴിഞ്ഞു. അയ്യോ എന്റെ കുടവ ആരെയും തുറന്നു വെച്ചേക്കുന്നേ? എന്റെ കുടവ ആരാഴ്ച ഇതിന്റെ കൂടുതൽ ആരെ കൊണ്ടുവച്ചേ? എന്റെ ദൈവമേ, അതിനകത്ത് പൊടിയും കൊച്ചാണ്ടോ ഭസ്മ ഒരു പണ്ടാത്ത അത് എവിടെ കൊണ്ട് തേച്ചു വെച്ചു? അത് തിരുമിയത് എന്റെ ദൈവം തമ്പുരാനെ, അത് തിരുമിയോ? ഇത് കൊണ്ട് ഇവിടെ വെച്ച എന്തിനാ? ഒരു കൈത്താരം ഉടലിൽ തേച്ച് പൊടിയനെ 8ന്റെ പണി കൊടുത്തല്ലോ. ഭാനുമതിയേ, നീ എന്തോടാ നീക്കുന്നേ? അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ ഈ വെള്ളിമ വന്ന് എന്റെ ചെയ്യുന്നു. മാറി നിൽക്കാൻ അവിടെ. നിങ്ങൾ അവിടെ നിൽക്കേ. ഇപ്പൊ വേദന മാറിയോ? എന്റെ ഭാനുമതി ഇങ്ങ് വിളിക്കൂ. മുടിയും കൊച്ചാ മനസ്സിലായി, നിങ്ങളായി ദേഹത്ത് കയറിയേക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഗിരിജയുടെ വീടിന്റെ അവിടെ എന്തിനാ ഈ 2 തീരുമാനം ഞാൻ ഏറ്റിട്ടില്ല. 2 എന്റെ പൈസ തരാതെ പൊടിയും കയറാങ്കി സ്വഭാവം ഞാൻ മാറ്റും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. വേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഭാനുമതി മാറി നിൽക്കാതെ എവിടെ പോയി നിൽക്കുക? അങ്ങോട്ട് മാറി നിൽക്കേ. പിന്നെ എന്റെ അരയൊരു കറുത്ത ചരട്. ചരട് ഞാൻ അന്ന് അത് എടുത്തോണ്ട് പോയിട്ട് ഒരു കല്ലിന്റെ ഇടയ്ക്ക് എനിക്ക് ഇപ്പൊ ലണ്ടനിൽ പോണോ? എനിക്ക് ലണ്ടനിൽ പോണോ? എന്തു അവൻ പറയുന്നേ? കല്ലിന്റെ ഇടയ്ക്കൂടെ അവന് ലണ്ടനിൽ പോണോ? എവിടെ നിന്ന് വന്ന് കയറുന്നു മനുഷ്യൻ? നിങ്ങൾ ഇപ്പൊ ആരാന്നൊന്ന് നോക്കാവോ? ഭാനുമതിയെ പൈസ മേടിയൊക്കെയാണോ എനിക്ക്? ഈ പുല്ല് കോട്ട ഭാനുമതി പറ. അതെവിടെ കൊണ്ടുവന്നു? ആ ചരട് ഏത് കല്ലിന്റെ അവിടെ കൊണ്ടുവന്നു വെച്ചാൽ എനിക്ക് അതിപ്പോ അറിയണം. കല്ലിന്റെ ഇട ഞാൻ കൊണ്ടുവച്ചിട്ട് കല്ലിന്റെ ഇട കൊണ്ടുവച്ചിട്ട് വേറെ കാര്യം പറഞ്ഞേക്കാം. ഞാൻ സായിപ്പാന്ന്. സായിപ്പിനെ കാണുമ്പോ കവാത്ത് പറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നടക്കത്തില്ല. ഞാനാ വിളിക്കും. എനിക്ക് എന്റെ പൈസ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഞാൻ എവിടെ ഈ പൈസ എടുത്തോണ്ട് കൊടുക്കാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പൈസ എടുത്തോണ്ട് കൊടുക്കാൻ തിരുമേ പൈസ ആണെങ്കിൽ നിങ്ങൾ പൊടിയങ്ങച്ചാണ്ട് ഇപ്പൊ സായിപ്പിനെ തിരുമിക്കൊണ്ടിരിക്കുന്നത്. 2 തിരുമി 2 തിരുമിയെങ്കിലും അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ പൈസ എടുത്തില്ലോ? പിന്നെ പറഞ്ഞത് മനസ്സിലായോ? പിന്നെ എന്റെ എന്റെ ഒരു കസ്റ്റമറിനെയാണ് ശല്യം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്?
ഭാനുമതി വന്നിരിക്കാൻ പറ എന്റെ അടുത്ത്. ഭാനുമതി വന്നിരിക്കാതെ മാറി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുവോ? എന്തോ പൊടിയും കൊച്ചാട്ടാ, എന്തോ കാര്യം തുറന്ന് പറയണം. നിങ്ങൾ ഈ ഗിരിജയുമായിട്ടുള്ള പരിപാടി അതെന്തോ അത് ആ ഒരു ബന്ധം വേണ്ട. നീ അങ്ങനെ സംശയിക്കാതി. നിനക്ക് പണ്ട് ഓർമ്മയുണ്ടോ, ഒരു കലങ്ങിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ നിന്റെ വയറിനകത്ത് വെച്ച് എന്തോ ആയിരുന്നു സാധനം തൂത്ത എന്തുവായിരുന്നു? മയിൽപീലി. ഓ വാട്ട് മയിൽ? ആ ഇത് ഞാൻ കൂടെ ഒന്ന് പറയിപ്പിക്കാൻ കാര്യത്തോടടുക്കുമ്പോ ഇവൻ എന്തോ പൊടിയൻ അങ്ങ് പോകുന്നത്. നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ കിടന്നേ സല്ലാപം നടത്തിക്കോ. ഞാൻ ചില മൂത്ത സായിപ്പ് എന്റെ ഇവിടെ കാണാൻ കിടപ്പുണ്ടോ നോക്കട്ടെ. ഒരു വർക്കൂടെ കിട്ടിയ അത്രയാട്ടെ. നീ എനിക്ക് വയ്യ ഇങ്ങനെ കൂടെ കൂടെ നിൽക്കാം. ഞാനിപ്പോ വരാം. ഭാനുമതിയേ വന്നേ. പോകരുത് പോകരുത്. പോകത്തോളൂ. നീ ഇവിടെ വന്നിരി. ഇരിക്കാം. ഏടി നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ പ്രണയകാലം? ഓർമ്മപ്പെടുത്താതെ. അവിഴമായി ഹിമകണം മധുവനമാകെ നിഴലാനയിറങ്ങി ഒന്നിടലോരം അവിഴമായി ഹിമകണം മധുവനമാകെ. അയ്യോ ഒരു പണി എന്നോ കാണിക്കുന്നു. എനിക്ക് സമയമായി ഫ്ലൈറ്റ് പോവും. എനിക്കിപ്പോ നാട്ടിൽ പോണോ? സായിപ്പാന്നോ കള്ളം വിടാൻ നോക്കാം. അടുത്ത പൊടിയും ഒരു കയറുന്ന പണി എന്തോ കാണിക്കുവായിട്ട്. മേലാൽ എന്റെ കസ്റ്റമറെ ശല്യം ചെയ്തേക്കരുത്. എന്റെ മനസ്സിലായോ? പൊടിയനെ ഉദാൻ പറയുന്നേ ഒന്നും ആയിട്ടില്ല. ഏത് പൊടിയന്റെ കാര്യമാ? എന്റെ ഭാനുമതി നീ കൂടെ വരുന്നെങ്കിൽ ഇപ്പം വാ. സായിപ്പാന്നോ? ഓ കൊച്ചാട്ടാ ഈ കണ്ണാടി വെക്കണം. നിങ്ങളെ ഇനി അടുത്ത മാസം വരണം. എന്റെ ഭാനുമതി നീ വരുന്നെങ്കിൽ തീരുമാനം വരുവാ ഞാനും വരുവാ. ഞാൻ എടുക്കാം. കാര്യം നടക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. എടാ പൊടിയാ, ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ടോ? എന്നാ കൊടുക്കാൻ പൊടിയാ, ഞാൻ വരണോ നിന്റെ കൂടെ? പൊടിയേ ഞാൻ വരണോ നിന്റെ കൂടെ? ഞാൻ സായിപ്പ്. പൊടിയേ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഇതെന്താ പണിയാ കാണിച്ചത്? എന്താ പണിയാ? എന്റെ കസ്റ്റമറെ തല്ലിയത്. പിന്നെ ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? അടിച്ചിരുത്തേ ഇത്. നമ്മുടെ പൊടിയും കൊച്ചേട്ടന്റെ ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ കൈയടിച്ചേ. ഞാൻ നോക്കിയപ്പോ അവിടെ ഉള്ള ചേച്ചിമാരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പം എല്ലാവരും നമ്മുടെ ഓഡിയൻസ് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് മനസ്സിലായി. നമ്മുടെ കാര്യക്കാർ എൻജോയ് ചെയ്തോ നമുക്കറിയാം. പ്രചോദേട്ടാ എൻജോയ് ചെയ്തോ? പൊടിയൻ കൊച്ചേട്ടൻ ടീം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ശരിക്കും നമ്മുടെ ഐറ്റം വേറെ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 500 എപ്പിസോഡ് കഴിഞ്ഞ് മുമ്പോട്ട് പോയെങ്കിൽ ഇതിൽ കുറേ കഥാപാത്രങ്ങൾക്ക് ഭയങ്കരമായ ഫാൻസ് ഉണ്ട്. അതാണ് പൊടിയൻ കൊച്ചേട്ടൻ എന്ന് പറയുന്നൊരു സാധനം. ഇവിടെ ഭാനുമതി അമ്മയുടെ ഒരു എൻട്രിക്ക് മതി മറന്ന് ഇത്രയും ഒരു സ്കിറ്റിന് കൈയടിക്കുന്ന ഓഡിയൻസ് ഇത് ആദ്യമാണ്. അതായത് മീനാക്ഷി ഇവരിത് സാധനം കൊണ്ടുപോയിട്ട് ഒരു ചേഞ്ച് അന്യൻ കളിച്ചായിരുന്നു ഇതിനകത്ത്. അതായത് പൊടിയൻ കൊച്ചേട്ടന് സായിപ്പ് പൊടിയൻ കൊച്ചേട്ടൻ അതൊരു ഉഗ്രം പ്ലേ ആയിരുന്നു കേട്ടോ. അതിനൊരു ഉഗ്രം കൈയടി തരികയാണ്. ഇത് ലോജിക്ക് ബേസ് ഒന്നുമല്ല. ഒരു സാധനം ഗോവയിൽ വന്നിട്ട് ഇത് ഒഴുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. പിന്നെ എനിക്ക് ഈ സുജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സാധനം എവിടെ കിടന്നൊരു സാധനം, അതായത് ഏത് പഞ്ചായത്തിൽ കിടന്ന പത്തനംതിട്ട ആ പഞ്ചായത്തിൽ നിന്ന് ഈ സാധനത്തിനെ വർക്കല കൊണ്ട് ഒഴുക്കിയിട്ട് ഈ 6ാം വാർഡിൽ തന്നെ അന്വേഷിച്ച് വരുന്ന ഇവനെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഗിരിജയുടെ കറക്റ്റായിട്ട് നിങ്ങളത് സ്ലോട്ട് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം പൊടിയൻ നമ്മുടെ രാജേഷിൻ്റെ എൻട്രി. രാജേഷ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല നമുക്ക് ചിരി കിട്ടുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ട്. പിന്നെ ഈ മാറ്റം ഭയങ്കര രസമായിരുന്നു. അതായത് ഈ അന്യൻ ടൈപ്പ് കളി, നല്ല ക്ലൈമാക്സും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിന് വേണ്ടിയിട്ടാണ് പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നത്. ആ റിസൾട്ട് നിങ്ങൾ ഇന്ന് തന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ഞാണിമ കളിയായിരുന്നു. അതായത് ഈ ക്ലൈമാക്സ് അടി എന്ന് പറഞ്ഞ ടൈമിംഗ് തെറ്റിയ ഈ സാധനം പോകും. പക്ഷേ ആ ടൈമിംഗ് ഉഗ്രം ടൈമിംഗ് ആയിരുന്നു. അതിനൊരു ഉഗ്രം കൈഡി തന്നെയാണ്. അതായിരുന്നു ഇതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത്. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. എന്തായാലും ഈ കഥാപാത്രം ഇങ്ങനെ ഓർത്തിരിക്കട്ടെ. പൊടിയൻ കൊച്ചേട്ടൻ ഫാൻസിന് ഈ സ്കിറ്റ് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. ടിൻചേട്ടാ, ഹരി, സുജിത്ത്, രാജേഷ്, ഒരാൾക്ക് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ പെർഫോമൻസ് കാണണ്ട. അതായത് സുജിത്തില്ലേ ആ കാല് നീട്ടിയിട്ട് മുറുക്കാൻ ആയിട്ട് വേണ്ടിയിരുന്നില്ലേ, ആ ഒരു ഒറ്റ ഇത് കണ്ടാൽ മതി
ഏതൊരു സംവിധായകൻ അല്ലെങ്കിൽ ഏതൊരു ക്രിയേറ്ററിനും നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ. കാരണം അത്രക്ക് ആ ബോഡി ലാംഗ്വേജ് നിസ്സാരമല്ല. എന്നോ ഞാൻ കണ്ട് മറന്നുപോയ സാധനം നിങ്ങൾ ഓർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കറിയേണ്ടത് പഴയ പ്രണയം കാണിച്ചപ്പോൾ ഇവിടെ 3-4 പേര് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അവരുടെ ചരിത്രം പറയാതെ പോകാൻ പറ്റില്ല ഇവിടെ നിന്ന്. എന്തുകൊണ്ട് നീല സാരി, മെജന്ത സാരി, മഞ്ഞ സാരി, പച്ച മഞ്ഞ സാരി എടുത്ത ചേച്ചി, ഇവര് 3 പേരും ഇവിടെ ഉത്തരം പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്താണ് നിങ്ങളുടെ ചരിത്രം എന്ന് ഞങ്ങൾക്ക് അറിയണം. ആ സുവർണ കാലഘട്ടം എന്ന് അറിയണം. സ്വർഗ ഗായിക എന്ന് പറഞ്ഞപ്പോഴല്ലേ ഈ സത്യമാഷ് കാണിക്കണ കാലുപെടപ്പ് ഇവിടെയും കാണിച്ചു. ഇങ്ങനെ അതൊരു ഗംഭീര സംഭവമായിരുന്നു കേട്ടോ. കാരണം നിങ്ങൾ ഒബ്സർവേഷൻ്റെ അങ്ങേയറ്റമാണ്. ഇന്ന് എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്ത ആ കാല് നീട്ടി വെച്ചിട്ട് ആ മുറുക്കാൻ വേണ്ടി ആ പൊതി തുറന്നിട്ട് അതോടൊപ്പം തന്നെ മൊബൈൽ എടുത്തിട്ട് ആധുനിക ഒരു വിലങ്ങൽ ഇങ്ങനെ കാണിച്ചു. ഗ്രേറ്റ്, അടിപൊളി. ഇനി നമുക്ക് നസീറക്കോട് വെക്കാം. ഇക്ക അടിപൊളി, ഗംഭീരമായിരുന്നു. കാര്യം നിങ്ങളാക്കിയ 2 ക്യാരക്ടറാണ്. ഒന്ന് പൊടിയും കൊച്ചേട്ടനും പിന്നെ നമ്മുടെ വനജ ടീച്ചറും. അതിലൂടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു ടീമായി മാറിയത് അല്ലേ? അപ്പോൾ ആ ഒരു ക്യാരക്ടറെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് വേറൊരു തലത്തിലേക്ക്, സെക്കൻഡ് പാർട്ട് എന്നൊന്നും പറയാൻ പറ്റൂല ഇതിന്. ആ ഒരു തലത്തിലല്ലത്. ഇത് വേറെ ഒരു ഗോവയിൽ ആ പുള്ളിയുടെ ചിതാഭസ്മം ഒഴുക്കാനായിട്ട് കൊണ്ടുവന്ന ആ ഒരു ത്രെഡ് പിടിച്ചത് നിങ്ങളുടെ ഭയങ്കര അപാര കൂർമ്മ ബുദ്ധി എന്ന് വേണേൽ പറയാം. അതൊരു കൂർമ്മ ബുദ്ധിയാണ് സത്യത്തിൽ. അത് വളരെ മനോഹരമായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്തു. അതേ ആ വൈദ്യൻ്റെ ക്യാരക്ടർ വേറെ ഒരെണ്ണമാണല്ലോ, അതും ഇതിൻ്റെ അകത്ത് വന്നു. പൊടിയൻ കൊച്ചേട്ടൻ വന്നു, സായിപ്പ് വന്നു. അങ്ങനെ കുറേ ക്യാരക്ടറുകൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു നിങ്ങൾ. ആ ഒരു ഈ അവിടെ നിന്നും കുറച്ചെടുത്തു, ഇവിടെ നിന്നും കുറച്ചെടുത്തിട്ടാണ് ഇത് ഒരെണ്ണമാക്കിയത്. സത്യമല്ലേ രാജേഷ്? അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ആ കാണിച്ച ബുദ്ധിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യം. സ്ക്രിപ്റ്റിന് വേണ്ടി ഇരിക്കാനായിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ഗുണം ഈ സ്കിറ്റിൽ കാണുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉത്സാഹിച്ചാൽ നിങ്ങളിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ കിട്ടുമെന്ന് ഞങ്ങൾക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. നിങ്ങൾ ഇനി കുറച്ച് നാൾ നിങ്ങൾ ഇവിടെ തന്നെ ഇതേപോലെയുള്ള വെറൈറ്റി സാധനങ്ങളായിട്ട് കാണുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം അത് വേണം, അത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ ഇടയ്ക്ക് ഉള്ള ആ പോരായ്മകളൊക്കെ നികത്തി നല്ല വൃത്തിയായി വന്നത് അവതരിപ്പിച്ചു. അപ്പോൾ ഓക്കെ, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. അടിപൊളി. അപ്പൊ ഗംഭീരമാണെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള മാർക്സ് പ്രതീക്ഷയുണ്ട്. ഇക്കയിലെ ലാസ്റ്റ് കമന്റ് സ്ഥിതിക്ക് ഇക്കയോട് തന്നെ നമുക്ക് ആദ്യം മാർക്ക് വയ്ക്കാം. ഇക്ക ഞാനൊരു 20,000 രൂപ കൊടുക്കുക. കിടിലൻ ഓപ്പണിംഗ് ആണ്. 20,000 രൂപ. ടിനിച്ചേട്ടാ, കണക്കനുസരിച്ചിട്ട് കറക്റ്റ് ആവണമെങ്കിൽ എനിക്ക് 18 കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 12,000 രൂപ. ഓക്കെ, ഇപ്പൊ 38,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രചോദേട്ടനാണ്. ഗോവയിലാണ്. ഒരുപാട് ചെലവുകളുണ്ട്. ശരി, അപ്പൊ ഇനി ഞാൻ ആ 2 അഡീഷണൽ ഇതിന്റെ കൂടെ ചേർക്കുന്നു. പിന്നെ മറ്റേ നെടുവുറിപ്പിട്ട സെൽഫിക്കും കൂടെ കൂട്ടി ഒരു സാധനം കൊടുത്തേ. ഓക്കെ, വാട്ട് എ കംബാക്ക് അല്ലേ? ഇവരെ ഇവിടെ കുറച്ച് നാൾ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വരവ്, ഒരു 1.5 വരവ്. ഗോൾഡൻ പഞ്ചാണ് നേടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ചേട്ടാ? സന്തോഷം, സന്തോഷം. കുറെ നാള് ഇച്ചിരി ബാക്കിലോട്ടായിപ്പോയി. ബാക്കിലോട്ട് ആവാനുള്ള കാരണമുണ്ട്. ഞാൻ പോകുന്ന പല പരിപാടിക്കും അവിടെ പെർഫോമേഴ്സ് വരുന്നുണ്ട്. നമ്മള് പുറത്ത് നമ്മൾ പെർഫോം ചെയ്യണം, പക്ഷെ നമ്മളുടെ ബേസ് മറക്കരുത് എന്നുള്ളതാണ്. ബേസ് മാത്രമല്ല ടിനി മറക്കുന്ന, എയർപോർട്ടിൽ പോയ പാസ്പോർട്ടും എല്ലാം ഉൾപ്പെടെ മറന്നു. അല്ല, ഞാൻ പറഞ്ഞതാണ് പുറത്തുള്ള പരിപാടികളുടെ തിരക്കുകൾ കൊണ്ടാണ്. പക്ഷെ റൂട്ടിൽ നിന്ന് വെള്ളം കയറിയാലേ നമുക്ക് ബ്രാഞ്ചസിന് കിട്ടുള്ളൂ. ഈ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പുറത്തുള്ള പരിപാടികളാണ് പറയുന്നത്. പക്ഷെ റൂട്ടിന് നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ സംഭവിക്കത്തില്ല. നമ്മൾ നല്ല സ്കിറ്റുമായിട്ട് ഉണ്ടാകും. ഓക്കെ, സുധേട്ടാ, ഇപ്പം പ്രോഗ്രാം, സമിതിയുടെ പ്രോഗ്രാം ഒക്കെ ഏകദേശം ഒക്കെ തുടങ്ങി. പുറത്തെ പ്രോഗ്രാം അപ്പോൾ ഇനിയും ഇപ്പോൾ എപ്പോഴും ഇവിടെ കാണും. ചിനിച്ചേട്ടനും പ്രചോദനം ഒക്കെ പറഞ്ഞതുപോലെ അടിപൊളിയായിട്ട് ഇനിയും വരാനുള്ള തയ്യാറെടുപ്പാണ്. വരും തീർച്ചയായിട്ടും. സൂപ്പർ സൂപ്പർ സൂപ്പർ. കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അല്ല, ഞാൻ ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പിന്നാലെ വന്ന് ഞാൻ ഇവിടെ വന്ന് കയറി. ഞാൻ കുറെ നാൾ പുറത്തായിരുന്നു. ചേട്ടൻ പറയൂ. ഇനി ഒരുപാട് സന്തോഷം. നമ്മളെ മറ്റേത് പറഞ്ഞ പരിപാടി കഴിഞ്ഞ് ഓടി വന്ന് കയറുന്നതല്ല, ഒരു സമയമില്ലായിരുന്നു. സ്കിറ്റ് നമുക്ക് നിർമ്മിക്കാനും അതിൻ്റെ റിഹേഴ്സൽ ഒന്നും സമയമില്ലായിരുന്നു. ഈ പ്രാവശ്യം നമുക്കൊരു 4 ദിവസം കിട്ടി. അടിപൊളി. അതുകൊണ്ടായി അതിന്റെ ഒരു പ്രേരണ ഉണ്ടായി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ 4 ദിവസത്തിന്റെ റിസൾട്ട് ആണ് ഈ കാണുന്ന ഗോൾഡൻ പഞ്ച്.
അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. പത്തനംതിട്ട ഫാൻസ് നിങ്ങൾ കൂടുതൽ ചിരിക്കാനായിട്ട് റെഡി ആയിരുന്നു. കാരണം ഇവരിനി ഇവിടെ സജീവമായി ഈ ഒരു വേദി കീഴടക്കാൻ ഇവിടെ ഉണ്ടാകും അല്ലേ? തീർച്ചയായും. അപ്പൊ വീണ്ടും കാണാൻ ചേട്ടാ, അടുത്ത പഞ്ചും അടുത്ത കൗണ്ടറുമായിട്ട് കേട്ടോ. താങ്ക് യു. നസീർക്ക പ്രചോദട്ട ചിരിച്ചേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിന്റെ ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ടോ? അന്ന് കരയാനല്ലേ നേരമുള്ളൂ, ഓർക്കാൻ നേരമില്ല. കൊണ്ട് ചേർക്കും നമ്മൾ കരച്ചില്ലല്ലേ? ഞാൻ കരഞ്ഞൊന്നും ഇല്ല എന്നാണ്, ആദ്യത്തെ ദിവസം കരഞ്ഞില്ല എന്നാണ് എന്റെ അമ്മ പറഞ്ഞത്. പിന്നീട് ഞാൻ അങ്ങോട്ട് ഭയങ്കര ഒരു വർഷം മുഴുവൻ കരച്ചില്ലായിരുന്നില്ല. അതെ. അല്ല, സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് ആശാങ്കളരി പോയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഓ, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? ആശാങ്കളരി ഉണ്ടായിരുന്നു, നിലത്തെഴുത്ത്. അത് കഴിഞ്ഞിട്ടാണ് വിടുന്നത്. നമ്മൾ ഇതൊക്കെ മറ്റാ എഴുത്തച്ഛന്റെ തിരിച്ചായിട്ട് സ്മാർട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാക്കാൻ ചാൻസ് കൂടുതൽ. അപ്പൊ അതിൻ്റെതായ ഒരു ബോധമേ അവനുള്ളൂ. എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് സ്മാർട്ട് അല്ല, പക്ഷെ മാസമായിട്ടുള്ള ഒരു ടീമാണ് വരാൻ പോകുന്നത്. അവർ എന്ത് സ്കിറ്റും കൊണ്ടാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം അജയ് ചേട്ടൻ, മനോജ് ചേട്ടൻ ആൻഡ് സുമി ചേച്ചി. വേറെ നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം. നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം. പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ, അടിച്ചു പഠിപ്പിക്കണം. സർക്കാർ പറയണം പിള്ളേരെ അടിച്ചു പഠിപ്പിക്കാൻ. എന്തായാലും സ്കൂൾ വിജയിക്കത്തുള്ളൂ. എനിക്ക് അടിക്കണം. അടിച്ചു കൊല്ലില്ലാതൊക്കെ വഴക്കി എടുക്കാം ഇതിനെ. എന്താ കോശി സാറേ, എന്തോ കാണിക്കുവാ? ഞാനൊന്ന് വഴക്കുവാ. ഞാനോർത്ത് അതി വലിഞ്ഞു കയറാൻ തുടങ്ങുമായിരിക്കും. അങ്ങനെ വലിഞ്ഞു കയറണം. ഈ സ്കൂൾ വലിഞ്ഞു കയറിയെങ്കിൽ മാത്രമേ ഈ സ്കൂൾ മുന്നോട്ട് പോകത്തുള്ളൂ. എന്തോ ഇപ്പോഴത്തെ വിഷയം എന്തുവാ? വിഷയം എന്ന് വെച്ചാൽ എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് പെരുത്തിക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് അടിക്കണം. കോശി സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഈ സ്കൂൾ ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ ഇവിടെ ഇച്ചിരി പലക അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഷാപ്പല്ല അടിക്കാനെ കൊണ്ട്. ഇത് സ്കൂളാ. ഞാനൊരു കാര്യം ഇയാളെ HM അതോ MH അടിച്ചിട്ട് സംസാരിക്കുന്നതോ? ഞാനെന്ന് പറഞ്ഞ പിള്ളേരെ അടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ കള്ളു കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ആണ്ടോടാ, പിള്ളേരെ അടിക്കാനും പറ്റാത്തതിന്റെ ദേഷ്യത്തിന് തുണിക്കടയുടെ ഫ്രണ്ടിൽ നിന്ന് ബൊമ്മ എടുത്ത് വെച്ച് അടിക്കുന്നത് എന്തുവാ? എന്റെ വാശി എന്ന് പിള്ളേരെ അടി നിർത്തിയോ അന്ന് മണച്ചു വെച്ചാൽ ഞാനിത് എന്റെ വാശി തീർക്കാൻ വേണ്ടി വാശി തീർക്കും. ഈ പിള്ളേരെ അടിക്കുന്ന മാത്രമല്ല ഒരു അധ്യാപകന്റെ ചുമതല എന്ന് പറയുന്നത്. എന്റെ പൊന്നു കോച്ച് സാറേ, ഈ 2 മാസം ഇവിടെ സ്കൂൾ അടച്ചിട്ടു. ഈ 2 മാസത്തെ അവധി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മാത്രമുള്ള അവധിയാ, സാറുമാർക്കല്ല. സാറുമാർ ഇവിടെ വരണം, എന്നും വരണം ഇവിടെ. അങ്ങനെയാണ് നിയമം. നിങ്ങൾ വന്നോ ഇവിടെ? അതങ്ങനെ സ്കൂൾ അടച്ചപ്പോ ഞാൻ കാട്ടിൽ കയറി പോയില്ലയോ? മിടുക്കൻ, മനസ്സിലായി. കാട്ടിൽ കയറി പോയെന്തിനാന്ന് മനസ്സിലായി. എന്തുവാ? എൻവിറോൺമെന്റ് സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടി പോയല്ലേ? അതൊന്നും പഠിക്കാൻ പോയൊന്നുമല്ല. പിന്നെ ഞാൻ ചൂരിൽ വെട്ടാൻ പോയതാ. കാട്ടിൽ നല്ല വഴക്കമുള്ള ചൂരിൽ വെട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയത്. എന്തിനാ? നല്ല വഴക്കമുള്ള ചൂരിൽ വെട്ടി പാറയിലിട്ട് ഉണക്കി മഞ്ഞൾ തേച്ച് പുഴുങ്ങി ഞാൻ എടുത്തു. തരണേ, പുഴുങ്ങിയ ചോറിൽ ഞാൻ തിന്നിട്ടില്ല. ഇത് ചമ്മന്തി കൂട്ടി അടിക്കാനല്ല, ഇവരെയൊക്കെ ചന്തി നോക്കി അടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. എന്തോ ഒരു കഷ്ടമാണെന്ന് പറഞ്ഞോട്ടെ. എന്റെ പൊന്ന് സാറേ, അടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേർ രക്ഷപ്പെടുത്തുള്ളൂ. എന്റെ പൊന്ന് സാറേ, ഈ അടിക്കുന്നതൊന്നും അല്ല വലിയ കാര്യം. ഈ അടിച്ചു പഠിപ്പിച്ച പിള്ളേർ ശരിയാവത്തില്ലെന്ന്. അടിച്ചാൽ പഠിക്കത്തില്ല, അടിക്കുന്നിടത്ത് അടിക്കത്തേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഒരു ചെലവ് വരുന്നുണ്ട് നമുക്ക്. മോടെ കല്യാണമായോ? കല്യാണമല്ല, പിന്നെ ഈ കഴിഞ്ഞ വർഷത്തെ SLC പാസ്സായ പിള്ളേരുടെ ഫ്ലക്സ് നമ്മൾ വെച്ചില്ലല്ലോ. ഒരു 10,000 രൂപ വേണ്ടി വരും എല്ലാവരും കൂടെ പണം വെക്കാനായിട്ട്. എന്താ 10,000 രൂപ? എന്താ ആ പണം 550 രൂപ മതി. 6 പിള്ളേരെ ഇവിടെ ജയിച്ചത്. പിന്നെ നാട്ടുകാർ പഴക്കാൻ വേണ്ടി വെച്ചിട്ട് എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് സാരമില്ല. പിന്നെ ഈ പ്രവേശനോത്സവം വരുവാണ്. എന്നാ അത്? ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കും. ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുന്നു. പ്രവേശനോത്സവത്തിന്റെ കാര്യങ്ങൾ ആരെ ഏൽപ്പിച്ചത്? ആരെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കനകമ്മ ടീച്ചറെ ഏൽപ്പിച്ചേക്കുന്നത്. കനകമ്മ ടീച്ചറാണ് ഏൽപ്പിച്ചത്. ഞാൻ രാവിലെ 8 മണിയായപ്പോ ഇവിടെ വന്നു. 8:30 സാറും വന്നു. അത് ശരിയാണ്, നമ്മൾ കൃത്യസമയത്ത് വരും. കാരണം നമ്മൾ പാലും പത്രമാണല്ലോ. അല്ല, രാവിലെ കറക്റ്റ് സമയത്ത് പറഞ്ഞോക്കില്ലേ? പാലും പത്രമല്ലേ നമ്മൾ. അവർ ചെയ്തോളൂ, നിങ്ങൾ ചൂടാകുമെന്ന് വേണ്ട. നിങ്ങൾ അങ്ങനെ പാലും പത്രം കാര്യം കനകമ്മ ടീച്ചറെ അവരെ തീരുമാനിച്ചു. കനകമ്മ ടീച്ചർ കറക്റ്റ് സമയത്തിന് കുറ്റം പറയുന്ന ഞങ്ങളെ താമസം എന്താണ്? വരാൻ താമസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പെണ്ണല്ലേ സാറേ? എനിക്കെല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ പറ്റുമോ? നമ്മളോട് ഒളിച്ചോടാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചത്. ഇവിടുത്തെ പ്രവേശനത്തിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. കണ്ടോ കോച്ച് സാർ അല്ലേലും അല്ലേലും ഈ കോച്ച് സാർ ഇങ്ങനെ എന്നെ കാണുമ്പോ എന്നെ കണ്ട പാടെ ഈ സാർ അങ്ങ് തുടങ്ങും. എന്നെ എപ്പോ
കാണുന്നു അന്നേരം അങ്ങ് തുടങ്ങിക്കോളുക. ഞാൻ ഇവരെ കണ്ടിട്ടില്ല, എപ്പോഴും ഇവരെ കാണത്തില്ല. ഇപ്പൊ പോലും ഇവരെ എനിക്ക് കാണത്തില്ല. അതെങ്ങനെ കാണുന്നത്? ആദ്യം ആ വളർന്നു നടക്കുന്ന ബിരുകം വെട്ടണം, എന്നാലേ എന്നെ കാണത്തുള്ളൂ. സംസാരിക്കില്ലേ? ഒക്ടോബർ 2 സേവന ഭാരതത്തിന് പിള്ളേരെ കണ്ട് വെട്ടിക്കാനിരിക്കുക ഈ പുരികം. അതുവരെ എനിക്ക് വെട്ടടിച്ച് നടക്കാൻ പറ്റത്തില്ല എനിക്ക്. സാറേ അങ്ങോട്ട് മാറിയുന്നേ. അനുപമ ടീച്ചറെ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചാട്ടെ സാർ. 8Bയിൽ അതുലെന്ന് പറഞ്ഞൊരു ചെറുക്കനില്ലേ? അതുൽ പി മോഹനൻ. അവൻ എല്ലാ വിഷയത്തിലും ജയിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാ അവനെ 9ാം ക്ലാസ്സിലോട്ട് ജയിപ്പിച്ച് കയറ്റിയത്? അല്ല സാറ് നോട്ട് ചെയ്തായിരുന്നില്ലേ? ഞാൻ നോട്ട് ചെയ്യാനാണല്ലോ ഞാൻ വിട്ടിരിക്കുന്നേ. യാതൊരു എന്ന് പറയുന്ന ചെറുക്കൻ എന്റെ ഒരു വേണ്ടപ്പെട്ട ഒരു പയ്യനാ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആണ്ട് ബന്ധുക്കാരെ ജയിപ്പിക്കാനാണോ ഈ സർക്കാർ ശമ്പളം വാങ്ങിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ? നടക്കത്തില്ല ഇവിടെ പരിപാടി കേട്ടോ. ജയിപ്പിച്ചോണ്ട് ഗുണമുണ്ടെന്ന്. എന്താ ഗുണം? ഈ ചെറുക്കൻ പഠിച്ച് വിദ്യാഭ്യാസം ഒക്കെ നേടി എന്തെങ്കിലും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് 2 മുട്ടായി കിട്ടിയാൽ എന്താ പുളിക്ക് പോവും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതുല് ജയിച്ച് പഠിച്ച് ഗൾഫിൽ പോയിട്ട് വരുമ്പോ ടീച്ചർക്ക് മുട്ടായി കൊണ്ട് തരുമെന്ന്. ആ സമയത്ത് ടീച്ചർക്ക് മുട്ടായി അല്ല ആവശ്യം, പിന്നെ കോടാലി തൈലവും കുഴമ്പും അവൻ കൊണ്ട് തരേണ്ടത്. അതൊക്കെ ചോദിച്ചു ആ സമയത്തേക്ക്. അയ്യോ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല സാർ, ഇങ്ങനെ ചുമ്മാ സംസാരിക്കും. അപ്പൊ എനിക്കൊരു കാര്യം എനിക്ക് മനസ്സിലായി. എന്തുവാ? കനകമ്മ ടീച്ചർക്ക് അധ്യാപക വൃത്തി എന്താണെന്ന് അറിയാമോ? അങ്ങനെ എന്നോട് ചോദിക്കരുത്, എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് അടിച്ച് അടിച്ച് സ്കൂളിൽ വരണം, അത് നേരത്തെ. അങ്ങനെയാണ് ഒരു അധ്യാപകൻ വൃത്തി കാണിക്കേണ്ടത്. ഇത് ബിടെക് പാസ്സായതാണോ കട്ടെടുത്തോണ്ട് ഓടിയതാണോ? കാര്യം പറയാം. അടുത്ത അധ്യയന വർഷം തൊട്ട് അമ്മണി ഇവിടെ കഞ്ഞി വെക്കാനും ചോറ് വെക്കാനും നിർത്തണ്ട. അവിടെ വെപ്പത്ര ശരിയല്ല. അമ്മയുടെ വെപ്പല്ല ശരി അല്ലാത്തത്, അവളെ നോക്കിയുള്ള നിങ്ങളുടെ നിപ്പ ശരിയല്ലാത്തത് കേട്ടോ. അത് ശരിയാ. ഈ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അറിവെന്ന് പറഞ്ഞാൽ ഒരു മഴത്തുള്ളിയാണ്. ഈ പല പല മഴത്തുള്ളികൾ ചേർന്ന് അറിവ് ഒരരുവിയായി മാറും. ആ അരുവിയിൽ വീണ്ടും അറിവാകുന്ന മഴത്തുള്ളി വീണ് ആ അരുവി ആറായിട്ട് മാറും. അതാര് വീതിക്കും ആറെന്ന് പറഞ്ഞ പുഴയായിട്ട് മാറുമെന്ന്. എന്നിട്ട് ഇവിടുത്തെ പിള്ളേരുടെ പിഴയായിട്ടാണല്ലേ മാറുന്നത്. എന്നിട്ട് ഈ പുഴയിൽ വീണ്ടും അറിവാകുന്ന മഴത്തുള്ളി വീണ് ഇത് മഹാസാഗരത്തിലേക്കും. അപ്പൊ സാർ പറഞ്ഞ എച്ചപ്പോ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കടലിൽ കൊണ്ടുവച്ച് പഠിപ്പിക്കണം, അത്രയല്ലോ. അതല്ല, മരച്ചുവട്ടിൽ, കടലല്ല മരച്ചുവട്ടില്ല. പഴയ കാലഘട്ടങ്ങളിൽ മരച്ചുവട്ടി വെച്ചായിരുന്നു പഠിക്കുന്നത്. ആ ഗുരുകുല വിദ്യാഭ്യാസമാണ് ഞാനും ഇപ്പൊ ഫോളോ ചെയ്ത് വരുന്നത്. ആവശ്യമില്ലാത്ത കാര്യം പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കില്ല. അത് ഞാൻ കോച്ച് സാർ പറയുന്നതിന് പിന്താകുന്നു. എന്താണെന്നറിയാമോ സാറേ, നമ്മുടെ സ്കൂളിൽ ചില തലതെറിച്ച പിള്ളേരുണ്ട്. എന്റെ പൊന്ന് സാറേ, കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഞാൻ എന്റേതായിട്ടൊരു പാഠ്യരീതി അങ്ങോട്ട് ഇറക്കി. അതായത് ഈ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന പിള്ളേരെ കൊണ്ടുവന്ന് ഫ്രണ്ടിലിരുത്തി. എന്റെ ദൈവമേ, ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിലവന്മാർ എന്നെ നോക്കുന്ന നോട്ടം കണ്ടിട്ട് എന്റെ പൊന്ന് സാറേ ഇതിന് പേത വരുന്നു. ഈ സന്ദീപ് എന്ന് പറയുന്നത് PK സന്ദീപ് എന്ന് പറയുന്ന ചെറുക്കനുണ്ടല്ലോ, മര്യാദക്കില്ല, ഞാനൊരു ടീച്ചറാടാ, നല്ലപോലെ നോക്കണമെന്ന് പറഞ്ഞപ്പോ ഇവൻ ബാഗിന്ന് വടിവാളിങ്ങി വലിച്ചെടുക്കുക. തിളക്കം കണ്ട മതി കാണാത്ത മതി 100 110. ഞാൻ ഓടി വന്ന് സ്റ്റാഫ് റൂമിൽ കയറി പാത്തിരുന്നു സാറേ. എന്റെ പൊണ്ണ് ടീച്ചർ, അത് വടിവാളല്ല, പിന്നെ സ്റ്റീലിന്റെ സ്കെയിലാ അത്. അത് കണ്ടിട്ട് ടീച്ചർ ഓടിയോ? ഞാനന്ന് ഓടത്തില്ല. ഞാൻ ഓടിക്കാൻ ഇതുപോലെ ഓടിപ്പോയി. ഈ ചെറുക്കൻ ഈ സ്റ്റീലിന്റെ സ്കെയിൽ കറക്കി എറിഞ്ഞു. അത് പുറത്തു വന്നുള്ളപ്പോ ഭയങ്കര വേദനയാണ്. ഇവിടെ തൊട്ട് നോക്കി കുഴിഞ്ഞിരിക്കുന്നേ. കാണിക്ക ഭയങ്കര വെട്ടല്ല, അവൻ അതിൽ വെച്ച് എറിഞ്ഞതാ. പിന്നെ ഞാൻ ഇവിടെ TTC എടുത്ത് വന്നതേ TT എടുക്കാൻ വേണ്ടിയല്ല, എനിക്ക് വയ്യ ഇങ്ങനെയുള്ള മല പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ രൂപം വെച്ച അധ്യാപകനാവേണ്ട ആളല്ല, നിങ്ങൾ ആനപ്പാപ്പാനാവേണ്ടതായിരുന്നു. എനിക്ക് ആനപ്പാപ്പനാകാൻ മതിയായിരുന്നു. എനിക്ക് വയ്യ നിങ്ങളെ മേയ്ക്കാൻ ഇവിടെ കിടന്ന്. അത് മാത്രമല്ല, കോച്ച് സാറിനെ പറ്റി എനിക്കൊരു പരാതി എന്നല്ല, പൊതുവെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ്. ഈ കോച്ച് സാർ നമ്മുടെ ഈ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞിട്ട് രാത്രി ഈ കോച്ച് സാർ ട്യൂഷൻ എടുക്കുന്നുണ്ട് സാറേ. അച്ഛമ്മേ, രാത്രി എന്റെ വീട്ടിൽ പോയി ഞാൻ ട്യൂഷൻ എടുക്കാതെ ഇവര് വീട്ടിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റുമോ? എനിക്ക് പറ്റുമോ? അത് ശരിയാ. എന്റെ കാര്യങ്ങൾ എനിക്ക് നടന്നു പോകണം. അത് ശരിയാ. അത് പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രവേശനോത്സവത്തിന്റെ കാര്യമൊക്കെ പറയാനൊക്കെ നമുക്ക് തകർക്കണം. പക്ഷെ ഞാൻ ഒരു കാര്യം കൊണ്ട് ഉന്നയിക്കാൻ നിങ്ങൾ അത് അംഗീകരിച്ചു തരണം. എന്തുവാ ടീച്ചറെ? ഈ പ്രവേശനോത്സവത്തിന് വേണ്ടുന്ന കാപ്പി അങ്ങനെയുള്ള ചെറുകടികളൊക്കെ ഞാൻ തരാം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സാറേ പ്രവേശനോത്സവത്തിന് ഞാനല്ലേ സാറേ ഒന്നാല് കിടിലോ ഒരു ചെമ്പ് കുമ്പളപ്പം ഉണ്ടാക്കിയത് കൊണ്ടുവന്നത്. അതാ കുമ്പളപ്പമായിരുന്നു അത്. അയ്യോ, MLA വന്നപ്പോ പടക്ക വന്നും പറഞ്ഞിട്ട് ഇത് കത്ത് ചെറിയ ഇത് പൊട്ടുവോ അതുമില്ല. പിന്നെ MLA ചമ്മട്ടാന്ന് പറഞ്ഞ് കൈച്ചടിച്ച് കയറ്റുമായിരുന്നു പൊട്ടിന്ന് പറഞ്ഞിട്ട്. കുമ്പളപ്പമായിരുന്നു അത്, പറയട്ടായിരുന്നു അത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ കഴിഞ്ഞ അധ്യയന വർഷം നമ്മൾ കുറച്ച് പുറമോട്ടായിരുന്നു. മൂട്ട കടിക്കുന്ന സൂചിക്കുന്നുണ്ട്, എനിക്കിന്ന് പറ. പുറമോട്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത വർഷം കുറച്ച് കുട്ടികളെയും കൂടെ പിടിക്കണം. ഇതിൽ നിന്നുണ്ട് അടച്ചുപൂട്ടിക്കളെ സ്കൂൾ. എന്റെ പൊന്ന് HMA, ഞാൻ വാക്ക് നൽകുവാണ്, ഒരു 10-35 പിള്ളേരെ ഈ കനകമ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചിരിക്കും. കനകമ്മ ടീച്ചർ പറഞ്ഞ എനിക്ക് വിശ്വാസം. കോശി സാറ് എത്ര പിള്ളേരെ കൊണ്ടുവരും? എനിക്ക് വയ്യ ഇങ്ങനെ തെണ്ടി അടിച്ച് നടക്കാൻ. പിള്ളേരെ വേണം, അത് വേണം എന്നുകൊണ്ട് പറയാൻ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ച് പിള്ളേരുണ്ടായിരുന്നു, ഞാൻ ഇവിടെ കൂടെ ചേർക്കായിരുന്നു. തോറ്റാലും എനിക്ക് വിഷയമില്ലായിരുന്നു. ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോ മുതൽ ചോദിക്കണം, എന്താ ഈ സാറ് കറക്റ്റ് സമയത്ത് കല്യാണം കഴിക്കുന്നത്? എന്താ ജാതക ദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, അത് സംഭവം അതല്ല. ഇവിടെ ഏത് പുതിയ ഒരു അധ്യാപിക വന്നാലും ആ അധ്യാപികയുടെ
അമ്മയുടെയും കോശി സാറിന്റെയും പേര് ചേർത്ത് ഇവിടുത്തെ ബാത്റൂമിന്റെ ഭിത്തിയിലും സ്കൂളിന്റെ പുറകിലത്തെ മതിലേലും അങ്ങനെ സർവ്വ ഭിത്തിയിലും അങ്ങ് എഴുതി വെക്കും. പിള്ളേർക്ക് നല്ല താക്കീത് കൊടുക്കണം സാറേ, ഇങ്ങനെ അതേപോലെ നേരിൽ അങ്ങനെ ചെയ്യരുത്. ഞങ്ങൾ വിചാരിച്ച ആദ്യം പിള്ളേരാന്നാ, പിന്നല്ലേ മനസ്സിലായേ ഈ പുള്ളി തന്നെ അധ്യാപികമാരുടെ പേര് ചേർത്ത് എഴുതി വെക്കുക. അവസാനം PTA ഇത് കണ്ടുപിടിച്ചു. കോശിയെ ശരിക്കങ്ങ് പൂശി കോശിയുടെ ചോക്ക് ഓടിച്ചു കളഞ്ഞു. പിന്നെ അങ്ങനെ കല്യാണം കഴിക്കും. മറ്റു കാര്യങ്ങൾ അങ്ങോട്ട് പറ. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഇതാണ്, പ്രവേശനോത്സവത്തിന്റെ ഉള്ള ഒരു അജണ്ട വേണമല്ലോ സാറേ. അജണ്ട എന്തുവാന്ന് സാറ് പറയണം. കോശി സാറ് പറ, എന്തോ അജണ്ട? ടീച്ചർ പറ എന്തോ അജണ്ട. അയ്യോ അതങ്ങനെ, ഞാൻ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ പറയുന്നത് അജണ്ട എന്തുവാന്ന് കാണിക്കോ? അല്ല ഇവര് നിക്കർ ഊരി പോന്നു കയറ്റിയിട്ട്. കോശി സാർ പറ എന്തോ അജണ്ട? സാറ് പറ സാറേ, എന്തോ അജണ്ട? ടീച്ചർ പറ അജണ്ട എന്തുവന്ന്. എന്റെ പൊന്ന് സാറേ, സമയം പോകുന്നത്. അജണ്ട എന്തോന്ന് വെച്ചാ പറയാന്. ഞാൻ റിട്ടയർഡ് ആയിട്ട് പോകാൻ പോ, എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ. അജണ്ട എന്തുവന്ന് പറ. അജണ്ട എന്തെന്ന് പറ. നിങ്ങൾ പറ അജണ്ട. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അജണ്ട എന്ന് പറഞ്ഞ എന്തുവാന്ന്. അതല്ലേ ഞാൻ ചോദിക്കുന്നത്, ഈ അജണ്ട എന്ന് പറഞ്ഞ എന്തുവാന്ന്. അയ്യേ അത് പറ. അജണ്ട എന്ന് പറഞ്ഞ സാറേ, നമ്മൾ ഈ പ്രവേശനോത്സവത്തിന് ആരെന്തൊക്കെ ചെയ്യണം, കാര്യകാര്യ പരിപാടികളൊക്കെ ഏതൊക്കെ വേണം എന്നുള്ളതിന്റെ ഒരു നോട്ടീസ് നമ്മൾ തയ്യാറാക്കണ്ടായോ? നോട്ടീസ് അടിക്കണമെന്ന് പറഞ്ഞാൽ പോരാ. അജണ്ട നേരത്തെ നോട്ടീസ് എന്ന് പറയണം. ഞങ്ങൾ സത്യം പറഞ്ഞു നമ്മുടെ അധ്യയന ജീവിതത്തിൽ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇത് വെച്ചിട്ട് ഒരു രൂപരേഖ, അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു രൂപ ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഒരു രൂപരേഖ ഞാൻ തയ്യാറാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാലും സാറേ, നമ്മുടെ ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരാൾ വേണമല്ലോ. അത് വേണം. നമുക്ക് എന്നാലേ ഞാൻ സ്ഥലം MLA എന്റെ ശിഷ്യനാണല്ലോ, ഞാൻ അവനോടൊന്ന് പറയാം. ടീച്ചറുടെ അഭിപ്രായത്തില് പിന്നെ ആരായിരിക്കണം? സിനിമാ നടനോ സീരിയൽ ആർട്ടിസ്റ്റ് അങ്ങനെ ആർക്കെങ്കിലും? പിള്ളേർ അവരെ പറയുന്നത് സെൽഫി എടുപ്പ് നടക്കുള്ളൂ, ഉദ്ഘാടനം നടക്കുകയല്ല. എന്റെ അഭിപ്രായം ഞാൻ HMനോട് പറയുക, ഈ അധ്യയന വർഷം നമ്മൾ തുടങ്ങുമ്പോൾ കുട്ടികളെ സ്വീകരിക്കാനും ഈ പ്രവേശനോത്സവത്തിന് നമ്മളിൽ ഏറ്റവും പ്രായം കൂടിയ ആള് ആരാന്നോ അവര് തിരി കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുക. HM കത്തിക്ക്. എന്തിനാ? ഏറ്റവും പ്രായം കൂടിയ ആളെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ വെച്ച് നോക്കുമ്പോ എന്നെക്കാട്ടിൽ മൂത്തത് ആ കോശി സാർ, എനിക്കറിയാം. തലേ മൊത്തം കരിവാരി തേച്ചൊക്കെ ഇല്ലയോ? ഞങ്ങളുടെ വീട്ടിൽ വിറകടുപ്പി വെക്കുന്ന മീൻ ചട്ടിക്ക് പോലും ഇത്രയും കളറില്ല. ചുമ്മാ വന്നേക്കോ, എനിക്കറിയാം. എന്നെക്കാട്ടിൽ പ്രായമുള്ളത് ഇവിടെ റെക്കോർഡിരിപ്പുണ്ട്. ഞാൻ പിന്നെ ഇത് കറപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആര് പറഞ്ഞു നിങ്ങൾക്ക് പ്രായം കൂടുതൽ? എനിക്കല്ല, കോശി സാറിന്റെ പ്രായം. കോശി സാറിന്റെ പ്രായം കൂടുതൽ, കത്തിച്ചോണ്ടാ മതി. അങ്ങനെയാണെങ്കിൽ ടീച്ചറും കത്തിച്ചാ മതി. എന്തുവാ? എനിക്ക് പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരി. ടീച്ചറിന്റെ കാലിന്റെ മുട്ടിന്റെ പുറയില് പലക വെച്ച് കെട്ടിക്കൊല്ലു പറഞ്ഞു വീടായിരിക്കാൻ വേണ്ടി. എനിക്ക് പ്രായമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഒട്ടും പ്രായമില്ല. എന്താണ്? ഞാൻ ആ സത്യം വെളിപ്പെടുത്താം. എന്താണ്? സ്കൂൾ അടച്ച സമയത്ത് ഇവിടുന്ന് പോയപ്പോൾ ടീച്ചറുടെ കയ്യിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും കളഞ്ഞു പോയാൽ? എന്റെ ഒരു സ്ലൈഡ് അല്ല, അല്ലാതെ വെളിപിടിച്ചൊരു സാധനം ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ടോ? കയ്യിൽ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ടോ? ചെരുപ്പിന്റെ ഹീല്. അല്ലല്ല, അതല്ല, അത് നോക്കാൻ ഭയം, അതുകൊണ്ട് അത് കളഞ്ഞിട്ട് പോയി. അതിന്റെ കൈ കെട്ടി ഞാൻ മറ്റേ പറഞ്ഞ സംഭവം പറഞ്ഞില്ലേ, എന്തോ അതേ വേണേ വെളിപ്പെടുത്താം. ഇവർ ആധാർ കാർഡ് പറഞ്ഞു വരുമ്പോ ഞങ്ങളെക്കാട്ടിലും 5 വയസ്സിന് മൂത്രമായി പുള്ളിക്കാരൻ. ഇവര് കള്ളം പറഞ്ഞു ഇവിടെ പെൻഷൻ ആകാതെ നിന്നിട്ട് ഈ പരിപാടി ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ വിളക്ക് കത്തിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇല്ല, എനിക്കിത് നിങ്ങൾ ചുമ്മാ കള്ളം പറയുക. ആധാർ തെറ്റാ. സത്യത്തിലേ ഈ പ്രവേശനോത്സവത്തിന്റെ അന്ന് ടീച്ചർക്ക് റിട്ടയർമെന്റ് തന്നു വിടാനാ ഞങ്ങളുടെ പ്ലാൻ. അതെന്തൊരു സംസാരം അത്? ചുമ്മാ സാറ് ഈ ചതിക്ക് കൂട്ടി നിൽക്കരുത്. അതാണ് കറക്റ്റ്. പ്രായമില്ലെന്ന് എനിക്ക് കറക്റ്റ്. ഇനിയും കിടക്കും എന്റെ സർവീസ്. സാർ ചുമ്മാ പറയില്ല. ഞാൻ പറഞ്ഞ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. ടീച്ചർക്ക് റിട്ടയർമെന്റ് എടുത്ത് വാങ്ങിച്ചു പോയേ പറ്റുള്ളൂ. സാറേ, ഞാൻ ചെയ്യുന്ന തൊഴിലെ സത്യം ചെയ്ത് പറയുമ്പോ എനിക്ക് പ്രായക്കുറവാണ്. ഞാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ടാലും ഞാൻ ഇവിടെ പോകത്തില്ല. എന്റെ കൊക്കിന് ജീവനുള്ള കാര്യം വരെ ഞാൻ പിള്ളേർക്ക് അറിവ് പറഞ്ഞു കൊടുക്കും. ഞാൻ എന്റെ മക്കളെ വിട്ട് ഞാൻ പോകത്തില്ല. സത്യമായിട്ട് ഞാൻ പോകത്തില്ലേ? ഞങ്ങൾ ടീച്ചറെ ഇന്ന് പരീക്ഷിച്ചതാ. കാരണം ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടവും കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളതുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങളിന്ന് പരീക്ഷിച്ചതാ. അപ്പൊ ടീച്ചറിന്റെ മനസ്സിൽ അതുണ്ട്. ഇനിയുള്ള അധ്യയന വർഷം നമ്മൾ 3 പേരുമാണ് ഇവിടുത്തെ ക്ലാസ് എടുക്കുന്നത്. ടീച്ചർ പഠിപ്പിച്ചു പോകുമ്പോൾ പുറകെ കേട്ട് ഞങ്ങൾ വരും. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈ ക്ലാസ് തുടരും. മനസ്സിലായില്ലയോ? ടീച്ചറെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കോശി സാർ ഉണ്ടാക്കിയ ഒരു പ്ലാൻ ആയിരുന്നു. മനസ്സിലായോ? ഞാൻ എന്റെ പിള്ളേരെ, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരെ എന്റെ മക്കളെ പോലെ സാറെ കാണുന്നു. അപ്പൊ പെട്ടെന്ന് സാർ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നു കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ പ്രവേശനോത്സവം നമുക്ക് 3 പേർക്കും കൂടെ അങ്ങ് അടിച്ചങ്ങ് പൊളിക്കാം. എന്തൊരു പോവാ? അടിച്ചു പൊളിക്കാനോ പറഞ്ഞാലോ അടിച്ചു പൊട്ടിക്കാനല്ലോ പറഞ്ഞു. നല്ല സാറാവും. അപ്പൊ ഞാനതൊക്കെ പറയട്ടെ. അപ്പോ ഈ പുതിയ അധ്യയന വർഷത്തിൽ അറിവിന്റെയും അക്ഷരത്തിന്റെയും ലോകത്തേക്ക് ചുവട് വെക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ഞങ്ങളുടെ ആശംസകൾ.
അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റിയിട്ട് ജഡ്ജസിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. നസീർക്ക. കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പുതിയ വർഷം തുടങ്ങാൻ പോവുകയല്ലേ, ആ ഒരു സമയത്ത് ഇങ്ങനൊരു സംഭവം നല്ല രസമായിട്ട് നിങ്ങളതിൻ്റെ ത്രെഡ് കൊണ്ടുപോയി. പക്ഷെ ചിരിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ചിരി കുറവായിരുന്നു, തമാശകൾ കുറവായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലെ കുറേ കാര്യങ്ങൾ, അധ്യാപകർ തമ്മിലുള്ള കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പറഞ്ഞു പോയി. പിന്നെ പ്രവേശനോത്സവത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ നല്ല രസമായിട്ട്. അജേഷ് നല്ല രസമായിരുന്നു കേട്ടോ, അച്ഛമായിട്ട് കുറേ മാനരസങ്ങളൊക്കെ പഠിച്ചു. നിങ്ങളത് വൃത്തിയായിട്ട് ആ ഉള്ള സാധനം ചെയ്തു, പക്ഷേ ചിരി ഭയങ്കരമായിട്ട് കുറവായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ചിരി തരുന്നവരല്ലേ, അപ്പം ചിലപ്പോൾ ചില സബ്ജക്റ്റ് എടുക്കുമ്പോൾ ക്ഷാമം ഉണ്ടാകാം. ഇതിലാ ക്ഷാമം നല്ലോണം ഉണ്ടായിരുന്നു. അടുത്തതിന് നന്നാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. പ്രചോദേട്ടാ. മനോജേ, രാജേഷ്, സുമി, എനിക്ക് നിങ്ങളുടെ 3 പേരുടെയും ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊരു സ്കൂളിൽ പ്രവേശനോത്സവത്തെ അധ്യാപകർ എന്ന് പറയുന്ന 3 പേരും 3 ഡിഫറെൻറ്റ് രീതിയിൽ. മനോജിൻ്റെ അപ്പിയറൻസ് ഭയങ്കര രസമുണ്ട്. അതായത് ഇങ്ങനെ ചില അധ്യാപകരുണ്ട് നമ്മൾ ടെറർ, അതായത് ഭയങ്കര അവർക്കങ്ങ് വാശിയായിരിക്കും, അട്ടിച്ച് പഠിപ്പിക്കണം എന്നുള്ള വാശിയായിരിക്കും. പിള്ളേരെ എപ്പോഴും പേടിക്കും. പിന്നെ എന്ത് പറഞ്ഞാലും പുള്ളി ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് നിൽക്കും കുറേ കാര്യങ്ങൾ. അതുപോലെ അജേഷ് നേരെ ഓപ്പോസിറ്റ്, വളരെ ശ്യാമള കോമളനായിട്ടൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന. സുമി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനൊരു അധ്യാപിക അവിടെ ഉണ്ടാകും. അതായത് ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരെ നല്ലത് കാര്യങ്ങൾ പറഞ്ഞും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന അധ്യാപികയുണ്ട്. ഞാനിതിന് കൈയ്യടി കൊടുക്കുന്നത്, ഇത് നല്ല സാമാന്യം നല്ല ബോധമുള്ളവരൊക്കെ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ കോമഡിയെക്കുറിച്ചല്ല പറയുന്നത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നന്നായിട്ട് നിങ്ങൾ സമയമെടുത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാതെ അല്ലെ ഇതിനെക്കുറിച്ച് അറിയാതെ ഇത് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ചില കോമഡികൾ ഉള്ള സാധനങ്ങൾ വർക്കായി. അതായത് ടീച്ചറിൻ്റെ പേര് എഴുതി വെക്കുന്നു, അപ്പോഴാണ് മനസ്സിലായ പിള്ളേരല്ല ഈ അധ്യാപകൻ തന്നെ എഴുതി വെക്കുന്നു എന്നുള്ളൊരു സാധനം. പിന്നെ സുമിയുടെ ആയിട്ടുള്ള പരാതികളും കാര്യങ്ങളൊക്കെ പറയും. അജണ്ട വർക്ക് നല്ല രസമുണ്ട്. എന്താണ് അജണ്ട, ആ പ്ലേസ്മെൻ്റ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കിതിന് സന്തോഷം എന്ന് പറയുന്നത് ഒരു പുതിയ സാധനം. കാര്യം നമ്മൾ ഹൗസ് വാമിങ്ങും മറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സാധനം ഇടയ്ക്ക് വരുന്നത് നല്ലതാണ്. അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സാധനങ്ങൾ നല്ല ഹ്യൂമറാക്കി ചെയ്യുക. ഇതിൻ്റെ ലെവൽ വേറെയാണ്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ പ്രചോദേട്ടാ, താങ്ക് യു. ടിൻചേട്ടാ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ അധ്യാപകരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞത്, ഇപ്പം നേരെ തിരിച്ചാണ്. അധ്യാപകർ കുട്ടികളെ ബഹുമാനിക്കേണ്ട അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ വിഷയങ്ങൾ തൊട്ടുപോയെങ്കിലും അതിൽ ഹ്യൂമറിൻ്റെ ഒരു അംശം കുറവുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ അതിൽ തമാശ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, ഇതിൽ പൊട്ടിച്ചിരിക്കാനുള്ളൊരു സംഭവം ഇല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സെറ്ററായിരുന്നു മൊത്തം. എന്നാൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ ആ പ്രതീക്ഷയാണ് ഈ പ്രശ്നം. മുൻവിധിയാണ് എല്ലാവർക്കും. ആ ലെവലിലേക്ക് എത്തിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മൾ കമന്റ്സ് കേട്ടു. ഇനി നമുക്ക് ഇന്നത്തെ മാർക്സ് അറിയാം. ഇക്ക. ഞാനൊരു 8 മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ. നസീറിക്ക 8000. ഇനി പ്രചോദേട്ടൻ. ഞാനും ഒരു 8000. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ 16,000 രൂപയാണ്. ഇനി ഫൈനൽ അറിയാനായിട്ട് നമുക്ക് ടീനി ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, 30,000 രൂപയാണ് ഈ സ്കിറ്റിനായിട്ട് ടീം മാസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അടുത്ത തവണ കൂടുതൽ കൗണ്ടറും പഞ്ചും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. അല്ല, ഇത് കിട്ടിയത് ലാഭമായിട്ട് തന്നെയാണ് മനോജിനോ? ഞങ്ങള് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഒരു കുട്ടിയുടെ അച്ഛൻ ഇങ്ങോട്ട് തരുന്നത്. പക്ഷെ അത് ആ കുട്ടിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഈ സ്കൂൾ തുറന്നായിട്ടാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. ഇപ്പൊ 3 സാറന്മാർ ഇതിന് തമാശ വെച്ച് കീച്ചാൻ പറ്റത്തില്ല, നല്ല അറിവുള്ളവരാ. അപ്പൊ അതിൽ കൂടി ഒരു സംഭവം ചെയ്ത് വിട്ടുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അവതരിപ്പിച്ചത് ബോറിംഗ് ഇല്ല, ചിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. കുറവായിപ്പോ അതെ, വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ സ്കിറ്റും സ്പെഷ്യൽ പെർഫോമൻസും ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഹാപ്പിയാണ്. നമ്മുടെ ഓഡിയൻസ്, ചേച്ചിമാർ, കുട്ടൂസ്, നിങ്ങളുടെ ഒക്കെ മനസ്സ് നിറഞ്ഞില്ലേ? നമ്മുടെ ആറന്മുള നിവാസികൾ, നിങ്ങൾ ഹാപ്പി അല്ലേ? അവൻ എനിക്ക് തംസപ്പ് തരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് ചിരികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi Sudhi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.